ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജാവ ടെക്സ്റ്റ് ഏരിയ അല്ലെ ജെ ടെക്സ്റ്റ് ഏരിയയെ കുറിച്ച് നോക്കാം. ഈ ജെ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്. ടെക്സ്റ്റ് ഫീൽഡിനെക്കാട്ടിയും കുറച്ചും കൂടി സൈസ് കൂടി. സാധാരണ നമ്മൾ മെമ്മോ ഫീൽഡ് അതുപോലുള്ളതൊക്കെ കൊടുക്കാനായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അതുപോലെ വരുന്നതാണ് ടെക്സ്റ്റ് ഏരിയ. അപ്പൊ അതിന് ടെക്സ്റ്റ് ഫീൽഡിനെ അപേക്ഷിച്ച് മൾട്ടി ലൈൻ റീജിയൻ, അതാണ് അതിന്റെ പ്രത്യേകത. is a multi-line region that displays text. It allows the editing of multiple line text. ഇത് നമ്മൾ സാധാരണ ചെയ്യുമ്പം ഒരു ടെക്സ്റ്റ് ഫീൽഡിലാണെങ്കിൽ സിംഗിൾ ലൈനിലാണെങ്കിൽ ടെക്സ്റ്റ് ഏരിയയിൽ നമുക്ക് മൾട്ടി ലൈൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ കുറെ കൂടുതൽ കണ്ടന്റ് ടൈപ്പ് ചെയ്യാനോ മെമ്മോ ഫീൽഡ് എന്നും പറഞ്ഞൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലുള്ള കേസസിൽ നമ്മൾ ടെക്സ്റ്റ് ഏരിയ ആണ് യൂസ് ചെയ്യുക. ഇനി അതിനകത്ത് വരുന്ന കൺസ്ട്രക്ടേഴ്സ്, ഇതിലെ കൺസ്ട്രക്ടേഴ്സ് ഫസ്റ്റ് ടെക്സ്റ്റ് ഏരിയ തന്നെ. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും കൊടുക്കുന്നില്ല. ദെൻ സ്ട്രിങ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന സ്ട്രിങ് ആയിരിക്കും അവിടെ പാരാമീറ്റർ ആയിട്ട് വരിക. ഇനി നമ്മൾ സ്ട്രിങ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ റോയും കോളവും നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇവിടെ എത്ര റോയും എത്ര കോളവും വേണമെന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ സ്ട്രിങ് എസ് ഇൻറ്റു റോ ഇൻറ്റു കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അത്രയും സ്ട്രിങ്ങും വരും. അതുപോലെ തന്നെ റോയും കോളവും എത്ര നമ്പർ ഓഫ് റോസും എത്ര കോളംസും വേണം എന്നുള്ളതും കൂടെ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് ജെ ടെക്സ്റ്റ് ഏരിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അതിനകത്ത് ടെക്സ്റ്റ് ഏരിയയുടെ മെത്തേഡ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. സെറ്റ് റോസ് ഇൻറ്റു റോസ്, എത്ര റോസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. യൂസ്ഡ് ടു സെറ്റ് സ്പെസിഫൈഡ് നമ്പർ ഓഫ് റോസ്. സെറ്റ് കോളംസ് ആണെങ്കിൽ അതിന്റെ പാരാമീറ്റർ ആയിട്ട് കോൾ നമ്പർ ആണ് കൊടുക്കുക. അത് നമ്പർ ഓഫ് കോളംസ് സെറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ സെറ്റ് ഫോണ്ട് ആണെങ്കിൽ ഇവിടെ ഫോണ്ട് ഏതാണെന്ന് കൊടുക്കും. അത് നമ്മൾ സ്പെസിഫൈഡ് ഫോണ്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇൻസേർട്ട് സ്ട്രിങ് എസ് ഇൻറ്റു പൊസിഷൻ, നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ആ പൊസിഷനിലേക്ക് ഈ പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ ഇൻസേർട്ട് ചെയ്യുക. അപ്പൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളുള്ള ഡോക്യുമെന്റിന്റെ എൻഡിലേക്ക് തന്നെ ഈ സ്പെസിഫൈഡ് സ്ട്രിങ്ങിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൻഡ് എന്നുള്ള മെത്തേഡ്. ഇത്രയും മെത്തേഡ് നമ്മൾ ടെക്സ്റ്റ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന കുറെ സാമ്പിൾ മെത്തേഡ്സുകളാണ്. സാമ്പിൾ ഔട്ട്പുട്ട് ആണ് ടെക്സ്റ്റ് ഏരിയ യൂസ് ചെയ്തിട്ടുള്ള. ഇതുപോലെ ഇങ്ങനത്തെ ഒരു സ്പേസ്, ഇതിനകത്ത് കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. ഇവിടെയും കണ്ടോ കുറച്ച് ടെക്സ്റ്റ് ഇവിടെ വെൽക്കം അതുപോലെ കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ഈ ഒരു പോർഷനാണ്, ഇത്ര ഏരിയയിലാണ് നമ്മൾ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജെ ടെക്സ്റ്റ് ഏരിയ ഓർ ടെക്സ്റ്റ് ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നത്. AWT-യിലാണെങ്കിൽ ടെക്സ്റ്റ് ഏരിയയിലും സ്ട്രിങ്ങിലാവുമ്പോഴുണ്ട് ജെ ടെക്സ്റ്റ് ഏരിയ എന്ന പേരിൽ നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ചെക്ക് ബോക്സ്. സ്ട്രിങ്ങില് ജെ ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്. ചെക്ക് ബോക്സ് നിങ്ങൾക്കറിയാം, നമ്മളൊരു ഐറ്റം ചെക്ക്ഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടാണ് ജെ ചെക്ക് ബോക്സ് യൂസ് ചെയ്യുക. അപ്പം ട്രൂ ആണോ ഫോൾസ് ആണോ അല്ലെ, അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുകയാണ്. ഓൺ ടു ഓഫ് അല്ലെ ഓഫ് ടു ഓൺ എന്നുള്ളത് ചെയ്യുന്നതാണ് ജെ ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്. ജെ ചെക്ക് ബോക്സ് ആണ് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഏതാണെന്നുള്ളത് ട്രൂ ഓർ ഫോൾസ് അല്ലെ ഓൺ ഓർ ഓഫ് എന്നുള്ളതാണ് ചെക്ക് ബോക്സിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ചെക്ക് ബോക്സിന്റെ കൺസ്ട്രക്ടേഴ്സും മെത്തേഡ്സും ആണ് കൊടുത്തിരിക്കുന്നത്. കൺസ്ട്രക്ടറില് ഫസ്റ്റ് ചെക്ക് ബോക്സ് എന്നൊരു കൺസ്ട്രക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻ ഇനിഷ്യലി അൺസെലക്ടഡ് ചെക്ക് ബോക്സ് ബട്ടൺ വിത്ത് നോ ടെക്സ്റ്റ് ഓർ നോ ഐക്കൺ. ജെ ആഡ് ചെയ്ത് പോയതാണ്. ഇത് വെറുതെ ഒരു ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ദെൻ ഇവിടെ ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ചെക്ക് ബോക്സിനകത്ത് ഒരു പർട്ടിക്കുലർ സ്ട്രിങ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതാമല്ലോ. എക്സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഇതിനകത്ത് വരിക. സ്ട്രിങ് ടെക്സ്റ്റ് ബൂളിയൻ സെലക്ടഡ്. അപ്പം ഓൾറെഡി സെലക്ടഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് അതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ടിക്ക് ചെയ്ത് വരും സെലക്ടഡ് ആണെങ്കിൽ. ബൂളിയൻ വാല്യൂ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത് ചെക്ക് ബോക്സ് where properties are taken from the actions applied. ഈ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഗെറ്റ് ആക്സസിബിൾ കോണ്ടെക്സ്റ്റ് ഉണ്ട്, പരം, സ്ട്രിങ്, ഇതെല്ലാം തന്നെ ചെക്ക് ബോക്സിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഇത് സാമ്പിൾ ഔട്ട്പുട്ട് ആണ്. ഇതുപോലെ ചെക്ക്ഡ് ആയിട്ട് നമ്മൾ ഐറ്റം വരുന്നതാണ് ചെക്ക് ബോക്സിന്. ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്ക് വരും. അപ്പോൾ അത് സെലക്ടഡ് ആണെന്നുള്ളതാണ്. ഇത് അതിന്റെ സാമ്പിൾ ഔട്ട്പുട്ട്.
നെക്സ്റ്റ് റേഡിയോ ബട്ടൺ ആണ്. റേഡിയോ ബട്ടൺ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുകയാണ്. റേഡിയോ ബട്ടൺ ക്ലാസ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ റേഡിയോ ബട്ടൺ യൂസ്ഡ് ടു ചൂസ് വൺ ഓപ്ഷൻ ഫ്രം മൾട്ടിപ്പിൾ ഓപ്ഷൻ. ചെക്ക് ബോക്സിലെ പോലെ മൾട്ടിപ്പിൾ സെലക്ഷൻ പോസിബിൾ അല്ല, ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ. അതപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് ആഡ് ചെയ്യേണ്ടത് ബട്ടൺ ഗ്രൂപ്പിലേക്ക് ഇത് ആഡ് ചെയ്തിട്ടാണെങ്കിൽ റേഡിയോ ബട്ടൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എത്ര കമ്പോണൻസിനെയാണ് ഇപ്പോൾ നമ്മൾ ക്വിസിനകത്തൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പൊ നമുക്ക് 4 ചോയ്സ് ഉണ്ട് ആൻസർ എങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ എടുക്കുന്ന അത്രയും എണ്ണത്തിനെ നമ്മൾ ബട്ടൺ ഗ്രൂപ്പിന്റെ ഒരു പാർട്ട് ആക്കുകയാണ്. അതിൽ നിന്ന് ഒരു റേഡിയോ ബട്ടൺ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. കൺസ്ട്രക്ടേഴ്സിൽ ഫസ്റ്റ് റേഡിയോ ബട്ടൺ എന്ന് പറയുന്ന കൺസ്ട്രക്ടർ ടെക്സ്റ്റ് ഒന്നും ഇല്ല. നെക്സ്റ്റ് സ്ട്രിങ് ഉണ്ട്, അതിനകത്ത് നമ്മൾ സ്പെസിഫൈഡ് സ്ട്രിങ് കൊടുക്കാൻ പറ്റും. ഇവിടെ റേഡിയോ ബട്ടൺ സ്ട്രിങ് എസ് ബൂളിയൻ സെലക്റ്റഡ് ആണെങ്കിൽ ആ ടെക്സ്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ടഡ് സ്റ്റാറ്റസും കൂടെ അതിനകത്ത് കാണിക്കും. കാരണം ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു, സ്ട്രിങ്ങും ഉണ്ട് അതിന്റെ ഒരു സ്റ്റാറ്റസും കൂടെ കാണിച്ചുകൊണ്ടിട്ടുള്ളതാണ് ബൂളിയൻ സെലക്റ്റഡ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് റേഡിയോ ബട്ടണിൽ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടർ. അപ്പൊ ഇതിനകത്ത് നമ്മൾ മൾട്ടിപ്പിൾ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുന്ന കേസിലാണ് നമ്മൾ ഈ റേഡിയോ ബട്ടൺ കോമൺലി യൂസ് ചെയ്യുക. എക്സാമ്പിൾ ആണ് റേഡിയോ ബട്ടണിന്റെ. ഇത് ഒരു ഫ്രെയിം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൺസ്ട്രക്ടർ എഴുതി ഫ്രെയിമിന്റെ ഒബ്ജക്റ്റിന്റെ ഇനിഷ്യലൈസ് ചെയ്തു. നമ്മളവിടെ ചെയ്തിരിക്കുന്ന റേഡിയോ ബട്ടൺ R1 ഈക്വൽ ടു ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എ മെയിൽ എന്നൊരു ഓപ്ഷനും രണ്ടാമത്തെ ബട്ടണില് ഫീമെയിൽ എന്ന് പറയുന്ന ഓപ്ഷനും. 2 റേഡിയോ ബട്ടൺ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ രണ്ടിലും ഒന്നിലും മെയിൽ എന്നും ഒന്നിലും ഫീമെയിൽ എന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാലോ, സെറ്റ് ബൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ എവിടേക്കാ പിന്നെ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കി ബട്ടൺ ഗ്രൂപ്പിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഇതിന്റെ ബട്ടൺ ഗ്രൂപ്പിന്റെ. ആദ്യം റേഡിയോ ബട്ടണിന്റെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ 2 എണ്ണം കൊടുത്തു, 2 ഒബ്ജക്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ബട്ടൺ ഗ്രൂപ്പിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ഒരു കൺസ്ട്രക്ടർ ഇവിടെ എഴുതി. നമ്മൾ ആ ബട്ടൺ ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റ് BGയിലേക്ക് R1 ആൻഡ് R2 എന്ന് പറയുന്ന 2 റേഡിയോ ബട്ടണിനെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാനലിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ ആദ്യം ഫ്രെയിമിലല്ല ആദ്യം ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ആ ബട്ടൺ ഗ്രൂപ്പിലേക്ക് ഈ R1നെയും R2നെയും നമ്മൾ 2 റേഡിയോ ബട്ടണിനെയും കൂടെ ഈ ബട്ടൺ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. ദെൻ ഈ R1നെ R2നെയും ഫ്രെയിമിലേക്കും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. സൈസ് സെറ്റ് ചെയ്തു, വിസിബിലിറ്റി സെറ്റ് ചെയ്തു. നമ്മൾ മെയിൻസ് എഴുതുന്ന പോലെ എഴുതി, കൺസ്ട്രക്ടർ എഴുതി. ഓക്കെ, അപ്പം 2 ബട്ടൺ അതിനെ നമ്മൾ ബട്ടൺ ഗ്രൂപ്പിലേക്കും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റേഡിയോ ബട്ടൺ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിന് റേഡിയോ ബട്ടന്റെ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക, മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള രീതിയിൽ. ഒന്നിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഇങ്ങനെ കിട്ടുന്നതാണ് റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോംബോ ബോക്സ് ആണ്. ഒബ്ജക്റ്റ് ഓഫ് ചോയ്സ് ക്ലാസ് ഈസ് യൂസ്ഡ് ടു ഷോ പോപ്പ് മെനു ഓഫ് ചോയ്സ്. ചോയ്സ് സെലക്ടഡ് ബൈ ദ യൂസർ ഈസ് ഷോൺ ഓൺ ദ ടോപ്പ് ഓഫ് എ മെനു. ഇറ്റ് ഇൻഹെറിറ്റ്സ് JComponent ക്ലാസ്. നമുക്ക് നോക്കാം കോംബോ ബോക്സിനകത്ത് കൺസ്ട്രക്ടേഴ്സും മെത്തേഡ്സും എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് എന്നൊക്കെ. ഫസ്റ്റ് കോംബോ ബോക്സിന്റെ കൺസ്ട്രക്ടർ ഡിഫോൾട്ട് ഡാറ്റ മോഡൽ, ഇതാണ് ഡിഫോൾട്ട്. ഇനിയും സെക്കൻഡില് ഒബ്ജക്റ്റ് ഐറ്റംസ് ക്രിയേറ്റ് എ കോംബോ ബോക്സ് ദാറ്റ് കണ്ടെയ്ൻസ് ദ എലമെന്റ്സ് ഇൻ ദ സ്പെസിഫൈഡ് അറേ. ഇവിടെ ഒബ്ജക്റ്റിന്റെ ഒരു അറേ ആണ്. ആ അറേയുടെ ഉള്ള ഐറ്റംസ് ഈ കോംബോ ബോക്സിലേക്ക് വരും. നമുക്കറിയാം കോംബോ ബോക്സിൽ നമ്മൾ കുറെ എലമെന്റ്സിനെ ആഡ് ചെയ്യണമല്ലോ. അപ്പം ആ ആർഗ്യുമെന്റ് ആണ് ഇവിടെ ഈ അറേയിൽ കൊടുത്തിരിക്കുന്നത്. ഈ അറേയിൽ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ് അതിനകത്ത് വരും. പിന്നെ തേർഡിൽ ഒരു വെക്ടർ ആണ്. വെക്ടറിൽ വരുന്ന അറേ പോലെ തന്നെയാണ് വെക്ടർ. ആ വെക്ടറിലെ വാല്യൂസും ഇതിനകത്തേക്ക് വരാം.
വെക്ടറിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വാല്യൂസും അതിലേക്ക് വരാൻ പറ്റും. നമ്മൾ കോംബോ ബോക്സിലേക്ക് ഐറ്റംസ് ആഡ് ചെയ്യുമ്പം അതല്ലാതെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഒരു കോംബോ ബോക്സിന്റെ നമ്മൾ ഡിഫോൾട്ട് പാരാമീറ്റർ ഒന്നും ഇല്ലാതെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഐറ്റംസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഐറ്റം എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആഡ് ഐറ്റം ഒബ്ജക്റ്റ് നെയിം ഈ പറയുന്ന അത് ഓരോന്നായിട്ട് ഐറ്റം ആഡ് ചെയ്യാനാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് ഒബ്ജക്റ്റ് അറേ ആയിട്ട് കൊടുക്കുന്ന പോലെ കൊടുക്കാം, അല്ലെങ്കിൽ ആഡ് ഐറ്റം എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത ഒരെണ്ണത്തിനെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ഐറ്റം ഒബ്ജക്റ്റിന്റെ സ്പെസിഫൈ ചെയ്യുക. എല്ലാ ഐറ്റത്തിനെയും റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ഓൾ ഐറ്റംസ് എന്നുള്ള മെത്തേഡ്. സെറ്റ് എഡിറ്റബിൾ അത് ട്രൂ ഫോൾസോ ആക്കി വെക്കാം. പിന്നെ ആക്ഷൻ ലിസണർ ആണ് മെത്തേഡ്. അതുപോലെ തന്നെ ഐറ്റം ലിസണർ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ആഡ് ഐറ്റം ലിസണറും ആക്ഷൻ ലിസണറും ഉണ്ട്. ആഡ് ആക്ഷൻ ലിസണർ, ആഡ് ഐറ്റം ലിസണർ. ഇതാണ് കോംബോ ബോക്സിന്റെ സാമ്പിൾ ഔട്ട്പുട്ട്. നമ്മൾ ഇതിലൊരെണ്ണം ഇവിടെ കാണുന്ന ഈ ലിസ്റ്റ് കാണും, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം കോഡ് എഴുതുന്നതനുസരിച്ച് ഇതിനകത്ത് എല്ലാം ഡിസ്പ്ലേ ചെയ്യണം, എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇതിൽ നിന്ന് ഏത് വേണേലും നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് കോംബോ ബോക്സിന്റെ ഡിസ്പ്ലേ എന്ന് പറയുക. നമ്മൾ AWTയിൽ ഇല്ലാത്തതും സിങ്ങിലുള്ളതുമായിട്ടുള്ള ഒന്നാണ് JTable. ടേബിൾ ക്ലാസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഡേറ്റ ഇൻ എ ടാബുലർ ഫോം. നമ്മൾ സാധാരണ റോയും കോളവുമായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് AWTയിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ സ്വിങ്ങിനകത്ത് നമുക്ക് JTable യൂസ് ചെയ്തിട്ട് ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഫസ്റ്റ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ടേബിൾ വിത്ത് എംപ്റ്റി സെല്ലാണെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, റോ ഒബ്ജക്റ്റ് കോളവും. ഈ രണ്ട് അറയിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അത്രയും ഡേറ്റ ഇവിടെ ഫില്ല് ചെയ്യുകയും ചെയ്യും. റോസും കോളംസും പറഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റ് എ ടേബിൾ വിത്ത് സ്പെസിഫൈഡ് ഡേറ്റ. ഇതാണ് നമ്മൾ സ്വിങ്ങിനകത്ത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സിന്റാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള ഒന്നാണ് ജാവയില് ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് ക്ലാസ് ഡിക്ലറേഷൻ എന്ന് പറയും. ഒബ്ജക്റ്റ് ഓഫ് എ ലിസ്റ്റ്. ലിസ്റ്റ് ക്ലാസ് റെപ്രസെന്റ്സ് എ ലിസ്റ്റ് ഓഫ് ടെക്സ്റ്റ് ഐറ്റം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലിസ്റ്റ് ഈ കോംബോ ബോക്സുമായോട് സിമിലർ ആയിട്ടാണ്, ലിസ്റ്റ് ആയിട്ടാണ് അതിനകത്ത് വരുന്നത്. ലിസ്റ്റ് ഓഫ് ടെക്സ്റ്റ് ഐറ്റം ക്യാൻ ബി സെറ്റ് അപ് ടു ദ യൂസർ ക്യാൻ ചൂസ് എയ്തർ വൺ ഐറ്റം ഓർ മൾട്ടിപ്പിൾ ഐറ്റം. അപ്പം നമ്മളെ കോംബോ ബോക്സിൽ ഒരു കോംബോ ബോക്സ് രണ്ടെണ്ണം മൾട്ടിപ്പിൾ കമ്പോണൻസ് ആണ് അതിനകത്ത് വരുന്നതെങ്കിൽ ഇതിനകത്തൊരു ലിസ്റ്റ് ബോക്സ് മാത്രമായിട്ടായിരിക്കും. അങ്ങനെയുള്ളതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് സിംഗിളോ മൾട്ടിപ്പിളോ ഐറ്റംസ് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൺസ്ട്രക്ടേഴ്സ് ആണ് JList. creates a JList with an empty and read-only model. Then array നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്. create a JList that displays the elements in the specified array. അപ്പൊ അത്ര എലമെന്റ്സും ആ ലിസ്റ്റിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇവിടെ ലിസ്റ്റ് മോഡൽ ആണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേ എലമെന്റ്സ് ഫ്രം ദ സ്പെസിഫൈഡ് നോൺ നൾ മോഡൽ. അപ്പൊ ഇത്രയുമാണ് ജാവ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് AWTയിൽ ഇല്ലാത്ത ഒന്നാണ്. ഇത് നമ്മൾ ലിസ്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഗെറ്റ് സെലക്ടബിൾ ഇൻഡെക്സ് ഉണ്ട്. അപ്പം നമുക്ക് ലിസ്റ്റിൽ കുറെ എലമെന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിന്റെ ഒരു ഇൻഡെക്സ് വാല്യൂ നമുക്ക് കിട്ടണം. അപ്പൊ പൊസിഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് ഗെറ്റ് സെലക്ടബിൾ ഇൻഡെക്സ്. ലിസ്റ്റ് മോഡൽ, ഗെറ്റ് മോഡൽ, സെറ്റ് ലിസ്റ്റ് ഡേറ്റ. അതിനകത്ത് ഡേറ്റ മുഴുവൻ നമുക്ക് റിട്രീവ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം. അതിനൊക്കെയാണ് ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുക. ആഡ് ലിസ്റ്റ് സെലക്ഷൻ ലിസണർ. അപ്പം ഇതും കോംബോ ബോക്സും കൂടെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ ജാവയിൽ സിംഗിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് JList എന്ന് പറയുന്നത്. അതിനകത്തുള്ള മെത്തേഡ്സ് ആണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് ജാവയിലെ പ്രോഗ്രസ് ബാർ ഉണ്ട്. പ്രോഗ്രസ് ബാർ നമ്മൾ അതിന്റെ കൺസ്ട്രക്ടേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ നമ്മളൊരു നിങ്ങൾക്കറിയാം ഇങ്ങനെ പെർസെൻറ്റേജ് കാണിച്ചുകൊണ്ട് നമ്മൾ പലതും ചെയ്യുമല്ലോ. ഈ രീതിയിൽ കിട്ടുന്നതാണ് പ്രോഗ്രസ് ബാർ. ഇത് നമുക്ക് സ്വിങ്ങിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ജാവയിൽ. ഇതെല്ലാം തന്നെ സ്വിങ്ങിനകത്ത് AWTയിൽ ഇല്ലാത്ത ഒന്ന് രണ്ട് കേസസ് ഇതിനകത്ത് വരുന്നതാണ്. സ്വിങ്, പ്രോഗ്രസ് ബാർ ഒക്കെ നമുക്ക് AWTയിൽ ഇല്ലായിരുന്നു. അതെല്ലാം തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും.